തസ്മൈ ശ്രീ ഗുരവേ നമഃ. ശ്രീ ചൈതന്യ മനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപ കഥാ മഹ്യം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരോ ശ്രീയുതപദകമലം ശ്രീഗുരുൻ വൈഷ്ണവാംശ ശ്രീരൂപം സഗ്രജാതം സഗഗണ രഘുനാഥാന്വിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജന സഹിതം കൃഷ്ണ ചൈതന്യദേവം ശ്രീരാധാ കൃഷ്ണപാദാൻ സഗഗണ ലളിത ശ്രീ വിശാഖാന്വിതാംശ. ഹേ കൃഷ്ണ കരുണ സിന്ധോ ദീനബന്ധോ ജഗത്പദേ ഗോപേശ ഗോപികാ കാന്ത രാധാകാന്ത നമോസ്തുതേ. തപ്തകാഞ്ചന ഗൗരാംഗി രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. നമോ വിഷ്ണുപദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലെ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിനിധി നാമിനെ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യ ദേശതാരിണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്ത വൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ചൈതന്യ ചരിതാമൃതം ശ്ലോകം 54. ഹൃദയർത്ഥം യത് പ്രദീയതേ ന പ്രദീയേത ചാത്മനി തദ്വിദ്യാത് ആത്മനോ മായാം യഥാ ഭാസോ യഥാ തമഃ. ഹൃദയർത്ഥം യത് പ്രദീയേത ന പ്രദീയേത ചാത്മനി തദ്വിദ്യാത് ആത്മനോ മായാം യഥാ ഭാസോ യഥാ തമഃ. ഹൃദയ ഇല്ലാതെ അർത്ഥം മൂല്യം യത് ഏതോ അത് പ്രതീയേത കാണപ്പെടുക ന അല്ല പ്രതീയേത കാണപ്പെടുക ച തീർച്ചയായും ആത്മനി എന്നോട് ബന്ധപ്പെട്ട തത് അത് വിദ്യാത് അറിയണം ആത്മനഃ എന്റെ മായാശക്തി യഥാ അതുപോലെ ആഭാസഹ പ്രതിഫലനം യഥാ അതുപോലെ തമഹ അന്ധകാരം. വിവർത്തനം ഭാവാർത്ഥം ശ്രീല പ്രഭുപാദിക്ക് ജയ്. വിവർത്തനം എന്നെ കൂടാതെ സത്യമായി കാണപ്പെടുന്നതെല്ലാം തീർച്ചയായും എന്റെ മായാശക്തിയാണ്. കാരണം എന്നെ കൂടാതെ ഒന്നിനും അസ്തിത്വമില്ല. അത് നിഴലുകൾക്കിടയിലെ പ്രകാശ പ്രതിഫലനം പോലെയാകുന്നു. എന്തെന്നാൽ യഥാർത്ഥ പ്രകാശത്തിൽ നിഴലുകളോ പ്രതിഫലനങ്ങളോ ഇല്ല. ഭാവാർത്ഥം കഴിഞ്ഞ ശ്ലോകത്തിൽ നിരപേക്ഷ സത്യവും അതിന്റെ പ്രകൃതവും വിശദീകരിച്ചു. നിരപേക്ഷ സത്യത്തെ അറിയുന്നതിന് ഒരുവൻ ആപേക്ഷിക സത്യത്തെയും മനസ്സിലാക്കണം. മായ അല്ലെങ്കിൽ ഭൗതിക പ്രകൃതി എന്ന് വിളിക്കപ്പെടുന്ന ആപേക്ഷിക സത്യത്തെ പറ്റി ഇവിടെ വിവരിക്കുന്നു. മായയ്ക്ക് സ്വതന്ത്രമായ അസ്തിത്വമില്ല. അല്പബുദ്ധിയായ ഒരുവൻ മായയുടെ അത്ഭുതകരങ്ങളായ പ്രവൃത്തികളാൽ വശീകരിക്കപ്പെടുന്നു. പക്ഷേ ഈ പ്രവൃത്തികൾക്ക് പിന്നിൽ പരമോന്നത ഭഗവാന്റെ നിർദ്ദേശങ്ങളുണ്ടെന്ന് അവൻ മനസ്സിലാക്കുന്നില്ല. ഭഗവത്ഗീത 9:10 പറഞ്ഞിരിക്കുന്നു, മയ അധ്യക്ഷേണ പ്രകൃതി സൂയതേ സചരാചരം. ഭൗതിക പ്രകൃതി പ്രവർത്തിക്കുന്നതും ചരാചരങ്ങളെ സൃഷ്ടിക്കുന്നതും കൃഷ്ണന്റെ മേൽനോട്ടത്തിൽ മാത്രമാണ്. ഭൗതിക ആവിഷ്കാരമാകുന്ന മായികമായ അസ്തിത്വത്തിന്റെ തനി നിറം ശ്രീമദ് ഭാഗവതത്തിൽ വ്യക്തമായി വിശദീകരിച്ചിട്ടുണ്ട്. നിരപേക്ഷ സത്യം വാസ്തവ വസ്തുതയാണ്. ആപേക്ഷിക സത്യമാകട്ടെ അതിന്റെ നിലനിൽപ്പിന് നിരപേക്ഷ സത്യവുമായുള്ള ബന്ധത്തെ ആശ്രയിച്ചിരിക്കുന്നു. മായ എന്നാൽ ശക്തി എന്നാണ് അർത്ഥം. അതിനാൽ ആപേക്ഷിക സത്യം നിരപേക്ഷ സത്യത്തിന്റെ ശക്തിവിശേഷമായി വിശദീകരിക്കപ്പെടുന്നു. നിരപേക്ഷ ആപേക്ഷിക സത്യങ്ങൾ തമ്മിലുള്ള വ്യത്യാസം ഗ്രഹിക്കുക ദുഷ്കരമായതിനാൽ അത് വ്യക്തമാക്കുന്നതിന് വേണ്ടി ഒരു ഉപമ നൽകാൻ കഴിയും. പരമനിരപേക്ഷ സത്യത്തെ സൂര്യനോട് ഉപമിക്കാം. സൂര്യനെ അപേക്ഷിച്ചിരിക്കുന്ന രണ്ട് സത്യങ്ങളാണ് പ്രതിബിംബവും അന്ധകാരവും. അന്ധകാരം സൂര്യപ്രകാശത്തിന്റെ അഭാവമാണ്. പിന്നെ അന്ധകാരത്തിലേക്ക് സൂര്യപ്രകാശത്തെ കടത്തിവിടുമ്പോൾ അവിടെ പ്രതിബിംബം ഉണ്ടാകുന്നു. അന്ധകാരത്തിനോ പ്രതിബിംബത്തിനോ സ്വതന്ത്രമായ അസ്തിത്വമില്ല. സൂര്യപ്രകാശം തടയപ്പെടുമ്പോൾ അന്ധകാരം വരുന്നു. ഉദാഹരണത്തിന് ഒരുവൻ സൂര്യന് അഭിമുഖം നിൽക്കുമ്പോൾ അവന്റെ പിൻഭാഗം ഇരുട്ടിലായിരിക്കും. ഇരുട്ട് സൂര്യന്റെ അഭാവത്തിൽ മാത്രം നിലനിൽക്കുന്നതിനാൽ അത് സൂര്യന് ആപേക്ഷികവുമാകുന്നു. ആത്മീയ ലോകം യഥാർത്ഥ സൂര്യപ്രകാശത്തോടും ഭൗതിക ലോകം സൂര്യൻ ദൃശ്യമാകാത്ത ഇരുണ്ട മേഖലകളോടും താരതമ്യം ചെയ്യപ്പെടുന്നു. ഭൗതിക ആവിഷ്കാരം അത്യത്ഭുതകരമായി കാണപ്പെടുമ്പോൾ അത് നിരപേക്ഷ സത്യത്തിന്റെ കീഴ്മേൽ മറിഞ്ഞ പ്രതിബിംബമായത് കൊണ്ടാണ് അപ്രകാരം കാണപ്പെടുന്നത് എന്ന് നാം അറിയണം.
വേദാന്ത സൂത്രത്തിൽ സ്ഥിരീകരിച്ചിട്ടുള്ളതുപോലെ ഒരുവന് ഇഹലോകമാകുന്ന പ്രതിബിംബത്തിൽ എന്തെല്ലാം കാണാൻ കഴിയുന്നുവോ അതിന്റെയെല്ലാം യഥാർത്ഥ രൂപം നിരപേക്ഷ വിധാനത്തിലുണ്ട്. അന്ധകാരം സൂര്യനിൽ നിന്ന് വളരെ ദൂരെ സ്ഥിതി ചെയ്യുന്നത് പോലെ ഭൗതിക ലോകവും ആധ്യാത്മിക ലോകത്തിൽ നിന്ന് വളരെ അകലെയാണ്. നാം ഇരുണ്ട മേഖലകളാൽ തമസ് വശീകരിക്കപ്പെടരുതെന്നും നിരപേക്ഷ പ്രകാശത്തിന്റെ മേഖലകളിലേക്ക് യോഗിധാമം എത്തിച്ചേരാൻ ശ്രമിക്കണമെന്നും വൈദിക സാഹിത്യം നമ്മെ ഉപദേശിക്കുന്നു. ആത്മീയ ലോകം ഉജ്ജ്വലമായി പ്രകാശിക്കുന്നതാണ്, എന്നാൽ ഭൗതിക ലോകം അന്ധകാരത്താൽ ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്നു. ഭൗതിക ലോകത്തിൽ ഇരുളകറ്റാൻ സൂര്യപ്രകാശവും ചന്ദ്രപ്രകാശവും ഏതെങ്കിലും തരത്തിലുള്ള കൃത്രിമ പ്രകാശവും പ്രത്യേകിച്ച് രാത്രികളിൽ ആവശ്യമാണ്. എന്തെന്നാൽ ഭൗതിക ലോകം സ്വാഭാവികമായും ഇരുട്ടാണ്. അതിനാൽ ഭഗവാൻ സൂര്യപ്രകാശവും ചന്ദ്രപ്രകാശവും സജ്ജീകരിച്ചിരിക്കുന്നു. എന്നാൽ അവിടുത്തെ ധാമത്തിൽ ഭഗവത്ഗീത 15:6 വിവരിച്ചിട്ടുള്ളതുപോലെ എല്ലാം സ്വയം പ്രകാശിതങ്ങളാകയാൽ വെളിച്ചത്തിനായി സൂര്യനോ ചന്ദ്രനോ വൈദ്യുതിയോ ആവശ്യമില്ല. ആപേക്ഷികവും അനിത്യവും നിരപേക്ഷ സത്യത്തിൽ നിന്ന് അകലെയുമായതിനെ മായ അല്ലെങ്കിൽ അജ്ഞാനം എന്ന് വിളിക്കുന്നു. ഈ മായ ഭഗവത്ഗീതയിൽ വിവരിച്ചിട്ടുള്ളതുപോലെ 2 വിധത്തിൽ പ്രകടിപ്പിക്കപ്പെടുന്നു. അധമമായ മായ ജഡപദാർത്ഥമായും ഉയർന്ന മായ ജീവസത്തയായും. ജീവസത്തകളെ ഈ സന്ദർഭത്തിൽ മായയെന്ന് വിളിക്കുന്നത് അവ ഭൗതിക ലോകത്തിലെ മായികമായ വ്യവസ്ഥകളിലും പ്രവർത്തനങ്ങളിലും ചെന്ന് കുടുങ്ങുന്നത് കൊണ്ട് മാത്രമാണ്. വാസ്തവത്തിൽ ജീവസത്തകൾ മായികമല്ല. എന്തെന്നാൽ അവർ ഭഗവാന്റെ ഉത്കൃഷ്ട ശക്തിയുടെ ഭാഗങ്ങളാണ്. അവർ സ്വയം വേണ്ടെന്ന് ആഗ്രഹിച്ചാൽ പിന്നെ മായയാൽ ആവരണം ചെയ്യപ്പെടേണ്ട ആവശ്യമില്ല. ആധ്യാത്മിക ലോകത്തിലെ ജീവാത്മാക്കളുടെ പ്രവൃത്തികൾ മായികമല്ല. അവ വാസ്തവത്തിൽ മുക്ത ആത്മാക്കളുടെ ശാശ്വത പ്രവർത്തനങ്ങളാണ്. ഹരേകൃഷ്ണ മാതാജി വേറെ ആരെങ്കിലും വായിക്കുന്നുണ്ടോ? ഹരേ കൃഷ്ണ, ഞാൻ വായിക്കട്ടോ മാതാജി? ഹരേകൃഷ്ണ വായിക്കണം. ശ്ലോകം 55. യഥാ മഹാന്തി ഭൂതാനി ഭൂതേഷു ച അവച്ഛേഷു പ്രവിഷ്ടാനി അപ്രവിഷ്ടാനി തഥാ തേഷു നാഥേഷഹം. ഭൗതിക തന്മാത്രകൾ സർവ്വജീവജാലങ്ങളുടെ ശരീരങ്ങളിലും പ്രവേശിക്കുന്നുണ്ടെങ്കിലും അവയ്ക്ക് പുറമേയും സ്ഥിതി ചെയ്യുന്നത് പോലെ ഞാൻ ഭൗതിക സൃഷ്ടികളെല്ലാം സ്ഥിതി ചെയ്യുന്നുവെങ്കിലും അവയിലില്ല. സ്ഥൂല പദാർത്ഥങ്ങൾ ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം സൂക്ഷ്മ പദാർത്ഥങ്ങളുമായി മനസ്സ്, ബുദ്ധി, മിഥ്യാഹങ്കാരം സംയോജിച്ച് ഈ ഭൗതിക ലോകത്തിലെ ശരീരങ്ങൾ നിർമ്മിക്കുന്നുവെങ്കിലും അവ ആ ശരീരങ്ങൾക്ക് പുറത്തും കാണപ്പെടുന്നുണ്ട്. ഏത് ഭൗതിക സൃഷ്ടിയും മേൽപ്പറഞ്ഞ പദാർത്ഥങ്ങളുടെ ഇവിടെയും കറണ്ടില്ല അതുകൊണ്ട് മേൽപ്പറഞ്ഞ പദാർത്ഥങ്ങളുടെ വിവിധ അനുപാതങ്ങളിലൂടെ ലയനം അഥവാ സംയോജനമല്ലാതെ മറ്റൊന്നുമല്ല. ഈ ഘടകങ്ങൾ ശരീരത്തിനുള്ളിലും അല്ലാതെയും നിലകൊള്ളുന്നു. ഉദാഹരണത്തിന് ആകാശം നഭസ്സിൽ നിലകൊള്ളുന്നുവെങ്കിലും ശരീരത്തിനുള്ളിലും പ്രവേശിക്കുന്നു. അതുപോലെ ഭൗതിക ശക്തിയുടെ ഹേതുവായ ഭഗവാൻ ഭൗതിക ലോകത്തിനുള്ളിലും അതേസമയം അതിനു പുറമേയും നിലകൊള്ളുന്നു. ഭൗതിക ലോകത്തിനുള്ളിൽ അവിടത്തെ സാന്നിധ്യമില്ലാതെ വിശ്വശരീരത്തിന് വികസിക്കാനാവില്ല. വ്യക്തി ശരീരത്തിനുള്ളിൽ ആത്മാവിന്റെ സാന്നിധ്യമില്ലാതെ അതിനെ വളരാൻ കഴിയാത്തതുപോലെ ഭൗതികാവിഷ്കാരം വികസിക്കുകയും നിലനിൽക്കുകയും ചെയ്യുന്നത് ഭഗവാൻ പരമാത്മഭാവത്തിൽ അതിൽ പ്രവേശിക്കുന്നത് മൂലമാണ്. ഭഗവാൻ അവിടത്തെ സർവ്വവ്യാപകമായ പരമാത്മ സവിശേഷതയിൽ ഏറ്റവും ബൃഹത്തായത് മുതൽ ഏറ്റവും സൂക്ഷ്മമായത് വരെയുള്ള ഓരോ അസ്തിത്വത്തിലും പ്രവേശിക്കുന്നു. വിധേയത്വം എന്ന ഏകയോഗ്യതയാൽ ഒരുവൻ അവിടത്തെ അസ്തിത്വം സാക്ഷാത്കരിക്കാനും അതിലൂടെ ഒരു സമർപ്പിതാത്മാവായി തീരാനും കഴിയും. വിധേയത്വത്തിന്റെ വളർച്ചയ്ക്ക് അനുപാതികമായി ആത്മസാക്ഷാത്കാരവും വളരുന്നു. ആത്യന്തികമായി ഒരു മനുഷ്യൻ മറ്റൊരുവനെ മുഖാമുഖം കാണുന്നത് എന്തോ വളരുന്നു. അന്തിമമായി ഒരു മനുഷ്യൻ മറ്റൊരുവനെ ഞാൻ വേറെന്തോ വായിച്ചോ മാതാജി? സോറി, തിരുത്തുന്നത് നല്ലത് മാതാജി. അന്തിമമായി ഒരു മനുഷ്യൻ മറ്റൊരുവനെ മുഖാമുഖം കാണുന്നത് പോലെ ഒരുവനെ ഭഗവാനെ നേരിട്ട് കാണാൻ ഇതിനാൽ സാധിക്കുന്നു. പരമപുരുഷനോടുള്ള അതീന്ദ്രിയാസക്തി വർദ്ധിക്കുന്നത് മൂലം ഒരു സമർപ്പിതാത്മാവിന് തന്റെ പ്രിയതമന്റെ സാന്നിധ്യം എല്ലായിടത്തും അനുഭവപ്പെടുകയും അവന്റെ എല്ലാ ഇന്ദ്രിയങ്ങളും പ്രേമഭരിതമായ ഭഗവത് സേവനത്തിൽ മുഴുകുകയും ചെയ്യുന്നു. അവന്റെ കണ്ണുകൾ ദിവ്യമായ
രാധാകൃഷ്ണന്മാർ അതീന്ദ്രിയ ഭൂമിയായ വൃന്ദാവനത്തിലെ ഒരു കൽപ്പവൃക്ഷ ചുവട്ട് രത്നസിംഹാസനത്തിൽ ദർശിക്കുന്നതിലും നാസിക ഭഗവത് പാദങ്ങളുടെ ആധ്യാത്മിക സുഗന്ധം ഗമനം ചെയ്യുന്നതിലും കർണങ്ങൾ വൈകുണ്ഠത്തിൽ നിന്നുള്ള സന്ദേശങ്ങൾ ശ്രവിക്കുന്നതിലും മുഴുകുന്നു. കരങ്ങൾ ഭഗവാന്റെയും സഹചാരികളുടെയും പാദാരവിന്ദങ്ങൾ പുണരുന്നു. അപ്രകാരം ഭഗവാൻ ഒരു പരിശുദ്ധ ഭക്തനെ ഉള്ളിലും പുറത്തും പ്രകടമാകുന്നു. ഭക്തനും ഭഗവാനും നൈസർഗിക പ്രേമത്താൽ പരസ്പരം ബന്ധിതരാകുന്ന ഭക്തിപരമായ സംബന്ധം, അതിന്റെ രഹസ്യങ്ങളിൽ ഒന്നാണിത്. ഈ പ്രേമം ആർജിക്കുക എന്നതായിരിക്കണം ഓരോ ജീവന്റെയും ജീവിത ലക്ഷ്യം. അടുത്ത ശ്ലോകം എന്താ ഞാൻ വായിക്കണോ? ആരെങ്കിലും വായിക്കുന്നുണ്ടോ? ഹരേ കൃഷ്ണ. അതായത് ഈ ശ്ലോകം നമുക്ക് ഈ ശ്ലോകങ്ങൾ നമ്മൾ ഇന്നലെ, അതായത് ഈ ചതുർശ്ലോകം എന്ന് പറയുന്ന ബ്രഹ്മാവിന് ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്ന, അതിൽ നിന്നാണ് ഈ അതായത് ഭാഗവതത്തിന്റെ ഒരു രത്ന ചുരുക്കമാണ് ഈ 4 ശ്ലോകങ്ങളിൽ പറയുന്നത്. ഇപ്പൊ അതിലെ നമുക്ക് ഭൂമി, ജലം, ആകാശം, വായു, നമ്മുടെ ശരീരം നിർമ്മിതാണെങ്കിലും മനസ്സ്, ബുദ്ധി, ബുദ്ധി, അഹങ്കാരം സംയോജിച്ച് ഈ ഭൗതിക ലോകത്തിൽ ശരീരങ്ങൾ നിർമ്മിക്കുന്നുവെങ്കിലും അവ ശരീരങ്ങൾക്ക് പുറത്തും കാണപ്പെടുന്നുണ്ട്. അതായത് ഇപ്പൊ നമ്മൾ അത് പറയുന്നുണ്ടല്ലോ, ആകാശം നമുക്ക് കാണാമല്ലോ. അങ്ങനെ ഓരോ ഇതും ഭൗതിക ലോകത്തിന് അവിടുത്തെ സാന്നിധ്യമില്ലാതെ വിശ്വശരീരത്തിന് വികസിക്കാതെ ഭൗതിക ലോകത്തിന് ഭഗവാന്റെ, ഏത് ലോകത്തിലായാലും ഭഗവാന്റെ സായുജ്യം, ശക്തിയല്ലാതെ വേറൊന്നിനും പ്രവർത്തിക്കാൻ പറ്റില്ല. ഇതൊക്കെയാണ് ഇതിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നത്. അതായത് പരമവിഷ്ണുവുള്ള അതീന്ദ്രിയാസക്തി വർദ്ധിക്കുന്നത് മൂലം ഒരു സമർപ്പിതാവിന് തന്റെ പ്രിയതമന്റെ ഭഗവാനോടുള്ള ഭക്തി വർദ്ധിക്കുന്നത് കൊണ്ട് നമ്മൾക്ക് നിലനിൽപ്പുള്ള അല്ലെങ്കിൽ നമ്മൾക്കുണ്ടാകുന്ന മാറ്റങ്ങൾ, അതൊക്കെ ഇതിനകത്ത് ഈ ശ്ലോകങ്ങളിൽ പറയുന്നത്. ഒരു കൽപ്പവൃക്ഷച്ചോട്ട് രത്നസിംഹാസനത്തിൽ ദർശിക്കുന്നതിലും നാസിക ഭഗവത്പാദങ്ങളുടെ ആധ്യാത്മിക ഹ്രാനം ചെയ്യുന്നതിലും കർണങ്ങൾ വൈകുണ്ഠത്തിൽ നിന്നുള്ള സന്ദേശങ്ങൾ ശ്രവിക്കുന്നതിലും മുഴുകുന്നു. അതായത് ഭഗവാനോടുള്ള പ്രേമത്താൽ നമുക്കുണ്ടാകുന്ന മാറ്റങ്ങൾ, ഭഗവാന്റെ പ്രേമഭക്തിയോടുകൂടി മാത്രമേ ഒരാൾക്ക് നിലനിൽപ്പുള്ളൂ. നമുക്ക് ഒരു മനുഷ്യ ജന്മം കിട്ടിയാൽ അതിനെ നമ്മൾ എങ്ങനെ ഉപയോഗപ്പെടുത്തണം, അതൊക്കെ ഈ ശ്ലോകങ്ങളിൽ പറയുന്നത്. പിന്നെ അതിന് മുൻപുള്ള ശ്ലോകങ്ങളിലും അതൊക്കെ തന്നെ പറയുന്നത്. അടുത്ത ഞാൻ വായിക്കട്ടോ മാതാജി? ഹരേ കൃഷ്ണ. വായിക്കണം. ഏതാവദേവ ജിജ്ഞാസ്യം തത്വ ജിജ്ഞാസുനാത്മന അന്വയ വ്യതിരേകാഭ്യാം യസ്യ സർവത്ര സർവദാഹ. അതീന്ദ്രിയ ജ്ഞാനത്തിൽ താല്പര്യമുള്ള ഒരു വ്യക്തി അതിനാൽ സർവവ്യാപകമായ സത്യത്തെക്കുറിച്ച് അറിയാൻ പ്രത്യക്ഷമായും പരോക്ഷമായും സദാ അന്വേഷിച്ചു കൊണ്ടിരിക്കണം. ഭൗതിക സൃഷ്ടിയിൽ നിന്ന് വിദുരമായി സ്ഥിതി ചെയ്യുന്ന അതീന്ദ്രിയ ലോകത്തെക്കുറിച്ചുള്ള ജ്ഞാനത്തിൽ ഗൗരവമുള്ളവർ ആ ശാസ്ത്രം പ്രത്യക്ഷമായും പരോക്ഷമായും പഠിക്കുന്നതിന് ഒരു വിശ്വാസ്യനായ ആധ്യാത്മിക ഗുരുവിനെ സമീപിക്കണം. ഒരുവൻ കാംക്ഷിച്ച ലക്ഷ്യത്തെ സമീപിക്കുന്നതിനുള്ള മാർഗങ്ങളും അത്തരം പുരോഗതിക്കുള്ള പ്രതിബന്ധങ്ങളും അറിയണം. ഒരു പ്രാരംഭ ഭക്തന്റെ ശീലങ്ങൾ എങ്ങനെ നിയന്ത്രിതമായി ചിട്ടപ്പെടുത്തണമെന്ന് ആധ്യാത്മിക ഗുരുവിന് അറിയാം. അതുകൊണ്ട് ഗൗരവമുള്ള ശിഷ്യൻ അദ്ദേഹത്തിൽ നിന്ന് ഈ ശാസ്ത്രത്തിന്റെ എല്ലാ വശങ്ങളും ഗ്രഹിക്കണം. സമൃദ്ധിക്ക് വിവിധ നിലവാരങ്ങളും തരങ്ങളുമുണ്ട്. തൊഴിലാളിയായ ഒരു സാധാരണ മനുഷ്യൻ വിഭാവനം ചെയ്യുന്ന സുഖവും സന്തോഷവും ഏറ്റവും താഴ്ന്ന നിലവാരത്തിലുള്ളതാണ്. എന്തെന്നാൽ ശരീരവുമായുള്ള ബന്ധമാണ് അതിന്റെ അടിസ്ഥാനം. കാമ്യകർമ്മങ്ങളിൽ വ്യാപൃതനായ വ്യക്തി തന്റെ പുണ്യപ്രവൃത്തികളിലൂടെ ആർജിക്കുന്ന സ്വർഗലോകം പുകലാണ് അത്തരം ശാരീരിക സുഖത്തിന്റെ ഏറ്റവും ഉയർന്ന നിലവാരം. പ്രാപഞ്ചിക കാര്യനിർവഹണത്തിനായി അധികാരം നഷ്ടപ്പെട്ട ദേവന്മാരുടെ സ്ഥാനമാണ് സ്വർഗം. അധികാരം നൽകപ്പെട്ട ദേവന്മാരുടെ സ്ഥാനമാണ് സ്വർഗം. എന്നാൽ സ്വർഗത്തിലെ സുഖകരമായ ജീവിതത്തെക്കുറിച്ചുള്ള സങ്കല്പം അവ്യക്തിഗത ബ്രഹ്മത്തിൽ ആസ്വദിക്കുന്ന ആനന്ദവുമായി തുലനം ചെയ്യുമ്പോൾ തുലവും തുച്ഛമാണ്. ആ ബ്രഹ്മാനന്ദം അഥവാ ബ്രഹ്മത്തിൽ നിന്ന് ലഭ്യമാകുന്ന ആത്മീയ നിർവൃതിയാകട്ടെ ഭഗവത് പ്രേമത്തിന്റെ മഹാസമുദ്രത്തോട് താരതമ്യം ചെയ്യുമ്പോൾ കേവലം ഒരു പശുക്കിടാവിന്റെ കുളമ്പുപാടിൽ കൊള്ളുന്ന ജലം പോലെ തുച്ഛമാണ്. പരിശുദ്ധമായ ഭഗവത് പ്രേമം വളരുമ്പോൾ ഒരുവൻ ഭഗവാന്റെ സഹവാസത്തിൽ നിന്ന് അതീന്ദ്രിയമായ ഒരു ആനന്ദ സാഗരം തന്നെ ലഭ്യമാകുന്നു. ഈ തലത്തിലെത്താൻ സ്വയം യോഗ്യനാവുക എന്നതാണ് സർവോന്നതമായ ജീവിത പരിപൂർണത.
ഒരുവൻ സ്വഭവനമായ ഭഗവത് ധാമത്തിലേക്ക് തിരിച്ചു പോകുന്നതിന് ടിക്കറ്റ് സമ്പാദിക്കാൻ ശ്രമിക്കണം. അതിന്റെ വില അതിനു വേണ്ടിയുള്ള ഒരുവന്റെ തീവ്രമായ അഭിലാഷമാണ്. ആയിരക്കണക്കിന് ജന്മങ്ങളിൽ തുടർച്ചയായി പുണ്യകർമ്മങ്ങൾ അനുഷ്ഠിച്ചാൽ പോലും ഒരുവനിൽ ആ അഭിലാഷം അനായാസം ഉണരുകയില്ല. എല്ലാ ലൗകിക ബന്ധങ്ങളും ഉറപ്പായും കാലാന്തരത്തിൽ മുറിയുന്നവയാണ്. പക്ഷെ ഒരുവൻ ഒരിക്കൽ ഭഗവാനുമായി ഒരു പ്രത്യേക രസത്തിൽ ബന്ധം സ്ഥാപിച്ചാൽ അതൊരിക്കലും മുറിയുകയില്ല. ഭൗതിക ലോകത്തിന്റെ വിനാശത്തിന് ശേഷം പോലും ഭഗവാൻ തന്റെ അതീന്ദ്രിയാധ്യാത്മിക പ്രകൃതത്തിൽ എല്ലായിടത്തും നിലകൊള്ളുന്നുണ്ടെന്നും ജീവാത്മാക്കൾക്ക് ഭഗവാനുമായുള്ള ബന്ധം ഈ ഭൗതിക ലോകത്തിൽ പോലും പ്രത്യക്ഷമായും പരോക്ഷമായും നിലനിൽക്കുന്നുണ്ടെന്നും ആധ്യാത്മിക ഗുരുവിന്റെ സുതാര്യമായ മാധ്യസ്ഥതയിലൂടെ നാം മനസ്സിലാക്കണം. ആധ്യാത്മിക ലോകത്തിൽ ഭഗവാനുമായ 5 വിധത്തിലുള്ള ബന്ധങ്ങളുണ്ട്. ശാന്തം, ദാസ്യം, സഖ്യം, വാത്സല്യം, മാധുര്യം. ഈ രസങ്ങളുടെ ഹരേ കൃഷ്ണ മാതാജി, ഓരോ പാരഗ്രാഫ് വായിച്ചിട്ട് അതിന്റെ വിശദീകരണം വല്ലതും ചെയ്യണോ? മാജിക്ക് എന്തെങ്കിലും അതിന്റെ പോയിന്റ്സ് കിട്ടണമെങ്കിൽ പറയണം മാജി. പറയട്ടോ മാതാജി. അതായത് നമ്മൾ പറയണം. അതായത് ഇതിൽ പറയുന്നത് നമ്മൾ ഇപ്പൊ ഭഗവാനെ അല്ലാതെ എവിടെ എത്തിയാൽ തിരിച്ചു വരവില്ലോ അവിടത്തേക്കുള്ള പ്രയത്നമാണ് നമുക്ക് വേണ്ടത്. ഇപ്പൊ ഭഗവാനിലെത്താനുള്ള പ്രയത്നങ്ങളെ പറ്റിയാണ് പറയുന്നത്. അതായത് നമ്മളല്ലാതെ ഭൗതികമായ സുഖഭോഗങ്ങളിൽ മുഴുകി സ്വർഗരാജ്യം പൂകിയാൽ പിന്നെ ഇവിടെ ഇങ്ങോട്ട് തിരിച്ചു വരണം. ഇതൊക്കെയാ പറയുന്നത്. നമ്മൾ ഇത് ഭാഗവത്തിലും ഭഗവത്ഗീതയിലും പറയുന്ന കാര്യങ്ങളാണ് ഇതിൽ കുറച്ചും കൂടെ സ്പഷ്ടമായിട്ട് പറയുന്നത്. അതായത് ഇവിടെ നമ്മൾ അനുഭവിക്കുന്ന എല്ലാ സുഖങ്ങളും സുഖമായാലും ദുഃഖമായാലും സുഖം അത് ക്ഷണികവും താൽക്കാലികവുമാണ്. പിന്നെ ദുഃഖത്തിന് വേണ്ടി ആരും പ്രയത്നിക്കാറില്ല. എന്നാലും ക്ഷണിക്കപ്പെടാത്ത അതേപോലെ നമ്മളെ ദുഃഖം തേടി വരുമെന്ന് പറയുന്നുണ്ട്, അല്ലേ? അതുപോലെ പശുക്കിടാവിന്റെ കുളമ്പുപാടിൽ കൊള്ളുന്ന ജലം പോലെ തുച്ഛമാണ്. അതായത് നമുക്കിവിടെ ആത്മീയ നിർവൃതി അല്ലാതെ നമുക്ക് ഭൗതികമായി കിട്ടുന്ന അതാണ് ഉപമിച്ചിരിക്കുന്നത്. പിന്നെ സ്വഭവനമായ ഭഗവത്ധാമത്തിലേക്ക് തിരിച്ചു പോകുന്നതിന് ടിക്കറ്റ് സമ്പാദിക്കാൻ ശ്രമിക്കണം. ആ ടിക്കറ്റ് സമ്പാദിക്കാൻ അതായത് നമ്മൾ വിസ സമ്പാദിക്കും പോലെ ആ ടിക്കറ്റ് എങ്ങനെ സമ്പാദിക്കണം? അതിന്റെ വില അതിനു വേണ്ടിയുള്ള ഒരുവന്റെ തീവ്രമായ അഭിലാഷമാണ്. അതായത് തീവ്രമായ അഭിലാഷം നമ്മൾ ഭഗവാനിലേക്കുള്ള പ്രേമഭക്തി. ആ തീവ്രമായ അഭിലാഷം കൊണ്ട് നമുക്ക് ഗോലോക വൃന്ദാവനത്തിൽ എത്താൻ പറ്റും. അതായത് ഭഗവാനോടുള്ള ഭഗവാന്റെ പ്രേമഭക്തി, ഭഗവാന്റെ സേവനം, അതൊക്കെയാ ഇതിനകത്ത് പറയുന്നത്. പിന്നെ അതൊരിക്കലും അതായത് ഭഗവാനുമായി പ്രത്യേക രസത്തിൽ നമ്മൾ ഭഗവാനുമായിട്ടുള്ള രസം അത് അനുഭവിക്കുന്നത് പിന്നെ അത് ഒരിക്കലും നാശമില്ല. അതിന് ഒരിക്കലും നാശമില്ല എന്ന് അതല്ലേ നമ്മൾ പറയുന്നത്. ഭഗവാനുമായിട്ടുള്ള ഇത് മാത്രമാണ് ശാശ്വതം. ബാക്കിയുള്ള എല്ലാം നമ്മളിവിടെ എന്തൊക്കെ ചെയ്താലും സുഖമായാലും ദുഃഖമായാലും നമ്മൾ എത്ര തന്നെ കാഞ്ചനം കാമിനി കീർത്തി എന്ന് പറഞ്ഞ കണക്ക് നമ്മൾ എത്ര വലിയ വലിയ പദവികളിൽ ഇരുന്നാലും എല്ലാം ഇവിടെ ഉപേക്ഷിച്ചിട്ട് നമ്മൾ ഒരിക്കൽ പോകേണ്ടി വരും. അതേസമയം ഭഗവാനിലുള്ളത് ഒരിക്കലും നശിക്കാത്തത്, അനശ്വരമായത്, അതാണ് ഇതൊക്കെ പറയുന്നത്. പിന്നെ ശാന്തം, ദാസ്യം, സഖ്യം, നമുക്ക് മാധുര്യം, അങ്ങനെ എല്ലാം എത്ര ഭാവത്തില് ഒരു അമ്മ മക്കളോട് കാണിക്കുന്ന പ്രേമത്തോട് ഭഗവാനെ സമീപിക്കാം. പ്രേമഭക്തിയുണ്ട്, വാത്സല്യഭക്തിയുണ്ട്, അങ്ങനെ എത്ര തരം ഭക്തികള്. അങ്ങനെ ഇതൊക്കെയാ പറയുന്നത്. ഇതെല്ലാവർക്കും അറിയാന്നുള്ള കാര്യങ്ങൾ. പിന്നെ ഞാനിങ്ങനെ വായിച്ചത് കൊണ്ട് അങ്ങനെ പറയണോ എന്ന് ചോദിച്ചത് കൊണ്ടാണ് പറഞ്ഞത്. പിന്നെ അടുത്ത് സ്ത്രീ പുരുഷന്മാരുടെ പരസ്പര വ്യവഹാരങ്ങൾ മാധുര്യം ഉളവാക്കുന്നു. ഭൗതിക ലോകത്തിലെ ഈ 5 ബന്ധങ്ങളും ആത്മീയ ലോകത്തിലെ പരിശുദ്ധവും മൗലികവുമായ ഇതേ ബന്ധങ്ങളുടെ വികൃതമായ പ്രതിബിംബങ്ങളാണ്. അതായത് നമ്മളിപ്പോ മനസ്സിലാക്കുന്നുണ്ടല്ലേ, സ്ത്രീ പുരുഷന്മാരുടെ ബന്ധം നമുക്ക് ഏറ്റവും, അതായത് ഭൂമി അതിന്റെ മാസ്മര ശക്തിയിൽ, അതായത് കാമമെന്ന ഒരു ഗ്രഹമാണ് ഈ ഭൂമി. അതിന്റെ അല്ലെ മൈഥുനാഗ്രഹമാണ് ഭൂമി. അതിന്റെ മാസ്മര ശക്തി, കാമെന്ന മാസ്മര ശക്തിയിലാണ് ഈ ഭൂമി ചലിക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അതെല്ലാം ആദ്യം നമുക്ക് ഉളവാകും. ആദ്യം അത് മധുരമായി തോന്നും, പിന്നീട് അത് വിഷമായി തോന്നും പറയുന്നുണ്ട്. ഭഗവത്ഗീതയിൽ പർപ്പോട്ടിലൊക്കെ കുറെ പറയുന്നുണ്ട്. ആദ്യം മറ്റ് ഏതും നമുക്ക് അതേസമയം ഭഗവാന്റെ സ്നേഹം നമുക്ക് ആദ്യം കുറച്ച് ബുദ്ധിമുട്ട്, ഭഗവാനോടുള്ള
ഭഗവാന്റെ സേവനം ചെയ്യുക, ഭഗവാനുമായിട്ട് അടുക്കുക, ഇതൊക്കെ നമുക്ക് ആദ്യം കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിൽ അവസാനം അത് മധുരമായി മാറും. അതൊക്കെ ഇതിൽ പറയുന്ന ഈ ഭൗതിക ലോകത്തിലെ ഈ ഭൗതിക ലോകത്തിലെ അതായത് ഭഗവാന്റെ ഈശ്വര പ്രേമമാണ് നമുക്ക് ഈ മറ്റു ഭൗതിക ലോകത്തിലേക്കുള്ള അല്ലെങ്കിൽ കാമമായി മാറുന്നതെന്നൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ടല്ലോ, അറിയാമല്ലോ. ഹരേ കൃഷ്ണ, ഹരിബോൽ. മനസ്സിലാകും. പിന്നെ ബന്ധത്തെ പൂർണ്ണതയിലെത്തുകയും വേണം. വികലമാക്കപ്പെട്ട ഭൗതിക രസങ്ങൾ ഭൗതിക ലോകത്തിൽ നിരാശ ഉളവാക്കുന്നു. എന്നാൽ ഇതേ രസങ്ങൾ കൃഷ്ണ ഭഗവാനുമായി പുനഃസ്ഥാപിക്കപ്പെടുമ്പോൾ അതിന്റെ ഫലം സച്ചിദാനന്ദമയമായ നിത്യജീവിതമാകുന്നു. ഞാൻ പറഞ്ഞത് ശ്രീമദ് ഭാഗവത്തിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ട ചൈതന്യ ചരിതാമൃതത്തിലെ ഈ ശ്ലോകത്തിൽ നിന്നും 3 മുൻ ശ്ലോകങ്ങളിൽ നിന്നും ചൈതന്യ ഭഗവാന്റെ ദൗത്യ പ്രവർത്തികൾ മനസ്സിലാക്കാൻ കഴിയും. ശ്രീമദ് ഭാഗവതത്തിന് 18,000 ശ്ലോകങ്ങളുണ്ട്. അഹം ഏവാഗ്രേ എന്നാരംഭിക്കുകയും യസ്യ സർവത്ര സർവദാ എന്ന് അവസാനിക്കുകയും ചെയ്യുന്ന 4 ശ്ലോകങ്ങളിൽ അവ സംഗ്രഹിക്കുന്നു. അത് ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞില്ലേ. ഹരേ കൃഷ്ണ, ഹരിബോൽ. കേൾക്കുന്നുണ്ടോ ആരെങ്കിലും? കേൾക്കാം മാജി, കേൾക്കാം, പറയണം. മാതാജി. ഹരേ ഒരു ഉപകാരം ചെയ്യും മാതാജി, ഏതാ പേജ് നമ്പർ എന്നൊന്ന് പറയോ? എന്തോ 89 മാതാജി. 89. ആദ്യത്തെ പാരഗ്രാഫ് തുടങ്ങുന്നു, കുറച്ചായി. ഓക്കെ. അതായത് ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെ, ഈ 4 ശ്ലോകങ്ങളിലൂടെയാണ് ഭാഗവതത്തിന്റെ രത്ന ചുരുക്കമായാണ് ഭഗവാൻ പറയുന്നത്. ഞാൻ പറഞ്ഞല്ലോ 18,000 ശ്ലോകങ്ങളുടെ അഹം അത് ഞാൻ പറഞ്ഞു. സർവത്ര സർവം 4 ശ്ലോകങ്ങളിൽ അവ സംഗ്രഹിച്ചിരിക്കുന്നു. ഈ ശ്ലോകങ്ങളിൽ ആദ്യത്തേതിൽ 53 പറയുന്നത് ആ ശ്ലോകം, പേജ് 53. പരമപുരുഷനായ കൃഷ്ണന്റെ അതീന്ദ്രിയ പ്രകൃതം വിശദമാക്കപ്പെട്ടിരിക്കുന്നു. 2ാമത്തെ ശ്ലോകം ഭൗതിക ശക്തിയായ മായയുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് ഭഗവാൻ നിസ്സംഗനാണെന്ന് കൂടുതലായി വിവരിക്കുന്നു. ജീവസത്തകൾ കൃഷ്ണന്റെ വിഭിന്നാംശങ്ങളാണെങ്കിലും ബാഹ്യശക്തിയാൽ നിയന്ത്രിക്കപ്പെടാൻ പ്രവണതയുള്ളവരാണ്. അതിനാൽ അവർ ആത്മീയരാണെങ്കിലും ഭൗതിക ലോകത്തിൽ ഭൗതിക ശക്തിയുടെ സൃഷ്ടികളാകുന്ന ശരീരങ്ങളിൽ അടയ്ക്കപ്പെടുന്നു. ഭഗവാനുമായുള്ള ജീവസത്തകളുടെ ശാശ്വതമായ ബന്ധവും ആ ശ്ലോകത്തിൽ വിവരിച്ചിരിക്കുന്നു. അടുത്ത ശ്ലോകം 55. പരമദിവ്യോത്തമ പുരുഷൻ അവിടത്തെ ഒരു തെറ്റ് വന്നിരിക്കുന്നു. സങ്കല്പാതീതമായ ശക്തികളാൽ ജീവസത്തകളോടും ഭൗതിക ശക്തിയോടും ഒരേ സമയം അഭിന്നവും ഭിന്നവുമാണെന്ന് ഉപദേശിക്കുന്നു. ഈ ജ്ഞാനം അചിന്ത്യഭേദാഭേദ തത്വം എന്ന് വിളിക്കപ്പെടുന്നു. ഒരു ജീവാത്മാവ് സർവേശ്വരനായ ഭഗവാൻ കൃഷ്ണന് ശരണാഗതി പോകുമ്പോൾ അവിടത്തോടുള്ള സ്വാഭാവികമായ ദിവ്യപ്രേമം പോഷിപ്പിക്കാൻ അവൻ അവസരം ലഭിക്കുന്നു. ഈ ആത്മസമർപ്പണമായിരിക്കണം ഒരു മനുഷ്യന്റെ പ്രാഥമിക ലക്ഷ്യം. അടുത്ത ശ്ലോകത്തിൽ, അതായത് ശ്ലോകത്തിൽ പറയുന്ന ഒരു ഭഗവാനെ അറിഞ്ഞ ഒരാളെ ദേവന്മാര് പോലും ബഹുമാനിക്കുമെന്നാണ്. അതായത് ഭഗവാനെ അറിഞ്ഞു കഴിയുമ്പോൾ ദേവന്മാരുടെ സ്വഭാവം നമ്മളിൽ ഉളവാകും. അതായത് ദേവന്മാർ പോലും അങ്ങനെയുള്ളവരെ ഒരു വൈഷ്ണവനെ ബഹുമാനിക്കുമെന്നാ പറയുന്നത്. ഒരു ബന്ധാത്മാവ് നിശ്ചയമായും ഒരു ആധ്യാത്മിക ഗുരുവിനെ സമീപിക്കണമെന്നും ഭൗതികാധ്യാത്മിക ലോകങ്ങളെക്കുറിച്ചും അവന്റെ സ്വന്തം അസ്തിത്വത്തിന്റെ അവസ്ഥയെക്കുറിച്ചും കൃത്യമായി മനസ്സിലാക്കാൻ ശ്രമിക്കണമെന്നും പറഞ്ഞിരിക്കുന്നു. ഇവിടെ അന്വയ വ്യതിരേകാഭ്യാം പ്രത്യക്ഷമായും പരോക്ഷമായും എന്നീ വാക്കുകൾ ഒരുവൻ ഭക്തിയുത സേവന പ്രക്രിയ 2 പ്രകാരങ്ങളിൽ അഭ്യസിക്കണമെന്ന് നിർദ്ദേശിക്കുന്നു. ഭക്തിയുത സേവനം പ്രത്യക്ഷത്തിൽ നിർവഹിക്കുകയും പരോക്ഷ രീതിയ ഭക്തിയിൽ പുരോഗതിക്കു തടസ്സം വരുത്തുന്ന പ്രതിബന്ധങ്ങളെ ഒഴിവാക്കുകയും ചെയ്യണം. അത് മനസ്സിലായല്ലോ. അതായത് നമുക്ക് ഒരു ഗുരുവിൻ്റെ കൂടെ അല്ലാതെ നമുക്ക് നേരിട്ട് ഭഗവാനിലേക്ക് പോകാൻ പറ്റില്ല, കാര്യങ്ങളൊക്കെ പറയുന്നു. പിന്നെ പ്രത്യക്ഷവും പരോക്ഷവും എന്ന് പറയുമ്പോൾ പ്രത്യക്ഷത്തിൽ നിർവഹിക്കുകയും പരോക്ഷ രീതിയ ഭക്തി പുരോഗമനം, അതായത് അത് എന്തർത്ഥം എന്ന് വെച്ചാൽ അറിഞ്ഞില്ലെങ്കിൽ അറിയാത്ത രീതിയിൽ നമ്മൾ ഭക്തനായി മാറണം എന്നൊക്കെ ഉള്ളതായിരിക്കും. അതിനെപ്പറ്റി കൂടുതൽ അറിയാന്നുള്ളവർ പറയുക. ഭക്തിയിൽ പുരോഗതിക്ക് തടസ്സം വരുത്തുന്ന പ്രതിബന്ധങ്ങളെ ഒഴിവാക്കുകയും ചെയ്യണം. ഇനി അടുത്ത ശ്ലോകം വായിക്കട്ടോ മാതാജി. ഹരേ കൃഷ്ണ. ചിന്താമണിർ ജയതി സോമഗിരീർ ഗുരുർമേ ശിഷാ ഗുരുച്ച ഭഗവാൻ
ശീപിഞ്ച മൗലിഹീം തരുപല്ലവശേഖരേഷു ലീലാ സ്വയംവരരസം ലഭതേ ജയശ്രീ. ചിന്താമണിക്കും എന്റെ ദീക്ഷാഗുരു സോമഗിരിക്കും എല്ലാ സ്തുതികളും. കിരീടത്തിൽ മയിൽപ്പീലി ചൂടിയ എന്റെ ശിക്ഷാഗുരുവായ ശ്രീ ഭഗവാൻ എല്ലാ സ്തുതികളും. അവിടത്തെ കൽപ്പവൃക്ഷങ്ങൾ പോലുള്ള ചരണാരവിന്ദങ്ങളുടെ തണലിൽ ജയശ്രീ രാധാറാണി ഒരു ശാശ്വത ജീവിത പങ്കാളിയുടെ അതീന്ദ്രിയ മാധുര്യം ആസ്വദിക്കുന്നു. ഹരേ കൃഷ്ണ. ഈ ശ്ലോകത്തിനൊക്കെ നമ്മൾ എന്തർത്ഥം, എന്ത് വിവരണോ പറയണ്ടല്ലേ. ഇവിടെ ഭഗവാനെയാണ് ചിന്താമണിക്കന്റെ ദീക്ഷാഗുരു സോമഗിരിക്ക് എല്ലാ സ്തുതികളും. കിരീടത്തിലുമായി ഭഗവാനെയും രാധാറാണിയെയാണ് ഗുരുവായിട്ടൊക്കെ പറയുന്നത്. അതിനൊക്കെ അർത്ഥം പറയാൻ ഞാനായിരുന്നാ ഞാൻ വിചാരിക്കുന്നത്. ലീലാശുകൻ എന്ന നാമത്തിലും അറിയപ്പെടുന്ന വില്വമംഗല ഡാക്കൂർ എന്ന മഹാനായ വൈഷ്ണവ സന്യാസിയായി രചിക്കപ്പെട്ട കൃഷ്ണകർണാമൃതത്തിൽ നിന്നുള്ളതാണ് ഈ ശ്ലോകം. ഓ അത് ശരി. ഇത് ഞാനിത് നേരത്തെ വായിച്ചല്ലേ. വില്വമംഗല ഡാക്കൂർ എന്ന മഹാനായ വില്വമംഗല ഡാക്കൂർ സ്വാമിയാരുടെ കഥ ഇന്നലെ പ്രഭു പറഞ്ഞാണല്ലോ, നമ്മൾ കേട്ടിരിക്കണം. മഹാനായ വൈഷ്ണവ സന്യാസിയായി രചിക്കപ്പെട്ട കൃഷ്ണകർണാമൃതത്തിൽ നിന്നുള്ളതാണ് ഈ ശ്ലോകം. ഭഗവാന്റെ ലീലകളിൽ പ്രവേശിക്കാൻ അതിയായി ആഗ്രഹിച്ചിരുന്ന അദ്ദേഹം വൃന്ദാവനത്തിൽ ഇന്നുമുള്ള സ്നാനകുളമായ ബ്രഹ്മകുണ്ടത്തിന് സമീപം 700 സംവത്സരം ജീവിച്ചിരുന്നു. ശ്രീവല്ലഭ ദിഗ്വിജയം എന്നൊരു ഗ്രന്ഥത്തിൽ വില്വമംഗല ഡാക്കൂറിന്റെ ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ശകവർഷം 8-ാം നൂറ്റാണ്ടിൽ ദ്രവിഡ പ്രവശ്യയിൽ പൂജാതനായ അദ്ദേഹം വിഷ്ണുസ്വാമിയുടെ മുഖ്യ ശിഷ്യനായിരുന്നു. ശ്രീ ശങ്കരാചാര്യരുടെ ദ്വാരകയിലുള്ള മഠത്തിന്റെ കൈവശമുള്ള ക്ഷേത്രങ്ങളുടെയും മഠങ്ങളുടെയും പട്ടികയിൽ ദ്വാരകാധീശ ക്ഷേത്രത്തിന്റെ സ്ഥാപകനാണ് വില്വമംഗലമെന്ന് പ്രതിപാദിച്ചിട്ടുണ്ട്. അദ്ദേഹം തന്റെ ആരാധ്യമൂർത്തിയുടെ സേവനം വല്ലഭ ഭട്ടന്റെ ശിഷ്യനായിരുന്ന ഹരിബ്രഹ്മചാരിയെ ഏൽപ്പിക്കുകയുണ്ടായി. വില്വമംഗല ഡാക്കൂർ വാസ്തവത്തിൽ കൃഷ്ണന്റെ അതീന്ദ്രിയ ലീലകളിൽ പ്രവേശിച്ചു. അദ്ദേഹം കൃഷ്ണകർണാമൃതം എന്നറിയപ്പെടുന്ന ഗ്രന്ഥത്തിൽ തന്റെ അതീന്ദ്രിയാനുഭവങ്ങളും ആസ്വാദനവും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഗ്രന്ഥത്തിന്റെ ആരംഭത്തിൽ തന്നെ വിവിധ ഗുരുക്കന്മാർക്ക് പ്രണാമങ്ങൾ അർപ്പിക്കുന്ന അദ്ദേഹം അവരെയെല്ലാം തുല്യമായി ആരാധിച്ചിരുന്നുവെന്നത് ശ്രദ്ധേയമാണ്. ആദ്യം പ്രതിപാദിച്ചിട്ടുള്ള ഗുരു ചിന്താമണിയാണ്. എന്തുകൊണ്ടെന്നാൽ അദ്ദേഹത്തിന്റെ ശിക്ഷാഗുരുക്കന്മാരിൽ ഒരാളായവരായിരുന്നു അദ്ദേഹത്തിന് ആദ്യമായി ആധ്യാത്മിക പാത കാണിച്ചു കൊടുത്തത്. സോറി, എനിക്കത് ഞാൻ അദ്ദേഹത്തിന്റെ കർണാമൃതത്തിൽ പറയുന്ന അദ്ദേഹത്തിന്റെ ഗുരു ഒരു വേശ്യ സ്ത്രീ ആയിരുന്നു. അത് ഇന്നലെ പ്രഭു നന്നായിട്ട് കഥ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കേട്ടവർക്ക് ഓർമ്മ കാണുമല്ലോ. അതിനെയാണ് ഇവിടെ അദ്ദേഹത്തിന്റെ ചിന്താമണീർ ജയതി സോമഗിരീർ ഗുരു എന്നാ പറഞ്ഞിരിക്കുന്നത്. അത് ശരി. വില്വമംഗലത്തിന്റെ കഥ, അദ്ദേഹം ഭഗവാന്റെ മഹാഭക്തനായിരുന്നു. അദ്ദേഹത്തിന് ഇങ്ങനെ കാഴ്ച പോയി വൃന്ദാവനത്തിലൊക്കെ പോയിട്ട് അവിടെ ചെന്നിട്ട് ഭഗവാൻ തിരിച്ചു പോകുമ്പോ വില്വമംഗലം പറയുന്ന ഒരു കഥയുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ എല്ലാ വിവരങ്ങളും ഇതിൽ പറയുന്നുണ്ട്. അതായത് ഭഗവാൻ പോകുമ്പോ കാഴ്ച തിരിച്ചു കിട്ടുമ്പോ ഭഗവാൻ പോകുമ്പോ പറയും പോകരുതേ പോകരുതേ എന്ന് ഇങ്ങനെ വില്വമംഗലം വിളിക്കുന്നതായിട്ട് കഥ കേട്ടിട്ടുണ്ട് ഞാൻ. എന്നിട്ട് ഭഗവാൻ തിരിഞ്ഞു നോക്കാതെ പോകും. അപ്പൊ വില്വമംഗലം പറയുന്നുണ്ട്, പൊയ്ക്കോ, നിനക്ക് എന്നെ ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോകാം, പക്ഷെ നിനക്ക് എന്റെ ഹൃദയത്തിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ പറ്റില്ലല്ലോ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ നല്ല ശ്ലോകങ്ങൾ അദ്ദേഹം ചോരാഷ്ടകം എന്ന് പറയുന്നത് വില്വമംഗലമാണ് എഴുതിയെന്ന് പറയുന്നുണ്ട്. അജ്ഞാതനായ ഒരാൾ എഴുതിയെന്നൊക്കെ പറയുന്നുണ്ട്. അതില് ചോരാഷ്ടകത്തിൽ നല്ലൊരു ശ്ലോകം പറയുന്നുണ്ട്. ഒരു ശ്ലോകം, ചിനസ്തി ഘോരം യമപാശബന്ധം പിനസ്തി ഭീമം ഭവപാശബന്ധം ചിനസ്തി സർവസ്യ സമസ്തബന്ധം നൈവാത്മനോ ഭക്തകൃതം സുബന്ധം. അതായത് ഘോരമായിരിക്കുന്ന യമപാശത്തെ അങ്ങ് ഛേദിക്കുന്നു, ഭീമമായിരിക്കുന്ന സംസാര ബന്ധത്തെയും സകല ചരാചരങ്ങളുടെയും സർവവിധേനയുള്ള ഭൗതിക ബന്ധങ്ങളെയും പൊട്ടിച്ചു കളയുന്നതിന് സമർത്ഥനായ കൃഷ്ണ,
പക്ഷേ ഭക്തന്മാരുടെ പ്രേമപാശത്തെ പൊട്ടിക്കുന്നതിന് അങ്ങ് അസമർത്ഥനാണ്. അതായത് ഭക്തന്മാരോടുള്ള ഭഗവാന്റെ കനിവിനെ പറ്റിയൊക്കെ അദ്ദേഹം പറയുകയാണ്. അങ്ങനെ കുറെ ശ്ലോകങ്ങളൊക്കെ വില്വമംഗലത്തിന്റെ പറയുന്നുണ്ട്. ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാജി, താങ്ക് യു. തുടർന്നോളൂ മാതാജി. അപ്പൊ വില്വമംഗലത്തിന്റെ ആ ഭഗവാനോടുള്ള പ്രേമം, ഭക്തി, അവരുടെ ഗുരു എന്ന് പറയുന്നത് ആ ചിന്താമണി എന്ന് പറയുന്ന സ്ത്രീ ആയിരുന്നു. അതൊക്കെ പറഞ്ഞേക്കുന്നത്. എന്തുകൊണ്ടെന്നാൽ അദ്ദേഹത്തിന്റെ ശിക്ഷാഗുരുക്കന്മാരിൽ ഒരാളായ അവരായിരുന്നു അദ്ദേഹത്തിന് ആദ്യമായി ആധ്യാത്മ്യപാത കാണിച്ചു കൊടുത്തത്. വില്വമംഗലം തന്റെ ജീവിതത്തിന്റെ ആദ്യകാലത്തെ ഉച്ചബന്ധം പുലർത്തിയിരുന്ന ഒരു വേശ്യസ്ത്രീയായിരുന്നു ചിന്താമണി. ഭക്തിയുത സേവന പാതയിൽ പ്രാരംഭം കുറിക്കാൻ അവരാണ് അദ്ദേഹത്തിന് പ്രചോദനം നൽകിയത്. കൃഷ്ണനെ പ്രേമിക്കുന്നതിലൂടെ ജീവിതം പരിപൂർണത നേടാനായി ഭൗതിക ജീവിതം ഉപേക്ഷിക്കാൻ അദ്ദേഹത്തെ ഉപദേശിച്ചത് അവരാണ്. അതുകൊണ്ട് വില്വമംഗലം ആദ്യം അവർക്ക് ബഹുമാനങ്ങൾ അർപ്പിച്ചു. അടുത്തതായി അദ്ദേഹം തന്റെ ദീക്ഷാഗുരു സോമഗിരിക്കും പിന്നീട് തന്റെ ശിക്ഷാഗുരു കൂടിയായ ഭഗവാനും ആദരങ്ങൾ അർപ്പിച്ചു. കിരീടത്തിൽ മയിൽപ്പീലി ചൂടിയ ഭഗവാനെന്ന് വില്വമംഗലം സ്പഷ്ടമായി പറയുന്നു. എന്തുകൊണ്ടെന്നാൽ വൃന്ദാവനനാഥനായ ഗോപബാലൻ കൃഷ്ണൻ പതിവായി വില്വമംഗലത്തിന്റെ അടുത്ത് വരികയും സംസാരിക്കുകയും അദ്ദേഹത്തിന് പാൽ നൽകുകയും ചെയ്യുമായിരുന്നു. ശ്രീകൃഷ്ണനോടുള്ള തന്റെ ആരാധനാഭാവത്തിൽ ഭാഗ്യദേവതയായ ജയശ്രീ അഥവാ രാധാറാണി അവിടത്തെ പാദങ്ങളുടെ തണലിൽ യുഗ്മപ്രേമത്തിന്റെ അതീന്ദ്രിയ രസം ആസ്വദിക്കാൻ അഭയം തേടുന്നതായി അദ്ദേഹം പ്രസ്താവിക്കുന്നു. കൃഷ്ണകർണാമൃതം ശ്രീകൃഷ്ണന്റെയും ശ്രീമതി രാധാറാണിയുടെയും അതീന്ദ്രിയ ലീലകൾക്കായി സമർപ്പിച്ചിട്ടുള്ള ഒരു ഗ്രന്ഥമാണ്. ശ്രീകൃഷ്ണന്റെ ഉന്നത ഭക്തന്മാർ നിർബന്ധമായും വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ട ഒരു ഗ്രന്ഥമാണത്. അതായത് കർണാമൃതത്തിലൊരു ശ്ലോകം, വേറൊരു ശ്ലോകം പറയുന്നുണ്ട്. അത് ഞാൻ മറന്നുപോയി, പറഞ്ഞില്ല. അടുത്ത ശ്ലോകം വായിക്കട്ടോ മാതാജി. ഹരേ കൃഷ്ണ. അടുത്ത ശ്ലോകം കൂടെ നമുക്ക് വായിക്കാം. ശ്ലോകം 58. ജീവേ സാക്ഷാത് നാഹി താതേ ഗുരു ചൈത്യരൂപേ ശിക്ഷാ ഗുരു ഹയാ കൃഷ്ണം അഹ മഹാന്താ സ്വരൂപേ. പരമാത്മാവിന്റെ സാന്നിധ്യം ഒരുവന് നേരിട്ട് കാണാൻ കഴിയാത്തതിനാൽ അവിടുന്ന് നമുക്ക് മുന്നിൽ മുക്തനായ ഒരു ഭക്തനായി പ്രത്യക്ഷപ്പെടുന്നു. അങ്ങനെയുള്ള ആധ്യാത്മിക ഗുരു കൃഷ്ണന്റെ സ്വരൂപം തന്നെയാണ്. അതായത് നമുക്ക് പറയാമല്ലോ, ഭഗവാന്റെ പ്രതിനിധിയാണ് ഗുരു. അതുകൊണ്ട് ഭഗവാനെ കാണുന്നതിനേക്കാൾ ഗുരുവിനെ കാണുന്ന, ഇതൊക്കെ നമ്മൾ യസ്യ പ്രസാദ ശ്ലോകങ്ങളൊക്കെ നമുക്ക് അറിയാമല്ലോ. അതുകൊണ്ട് കൂടുതൽ വിവരിക്കണ്ടല്ലോ. ഒരു ബന്ധാത്മാവിന് കൃഷ്ണനെ ഭാവാർത്ഥമാണേ. ഒരു ബന്ധാത്മാവിന് കൃഷ്ണനെ പ്രത്യക്ഷത്തിൽ സന്ധിക്കുക സാധ്യമല്ല. എന്നാൽ ഒരുവൻ ആത്മാർത്ഥതയുള്ള ഭക്തനായി ഭക്തിയുത സേവനത്തിൽ ഏർപ്പെട്ടാൽ അവനോടുള്ള പ്രീതി കാട്ടുന്നതിലും അവനിൽ ഉറങ്ങിക്കിടക്കുന്ന സേവന പ്രവണതയെ ഉണർത്തുന്നതിനും വേണ്ടി ശ്രീകൃഷ്ണ ഭഗവാൻ ഒരു ശിക്ഷാ ഗുരുവിനെ അയക്കുന്നു. ആചാര്യൻ ആ ഭാഗ്യവാനായ ബന്ധാത്മാവിന്റെ ബാഹ്യേന്ദ്രിയങ്ങൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടുകയും അതേസമയം ഹൃദയത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ചൈത്യ ഗുരുവായ കൃഷ്ണന്റെ മാർഗദർശനം ഭക്തൻ ഉള്ളിൽ നിന്ന് ലഭിക്കുകയും ചെയ്യുന്നു. അതായത് ഇതിനിടയ്ക്ക് ആ പ്രഭു ചൈത്യ ഗുരുവും ദീക്ഷാ ഗുരുവിന്റെയും പ്രാധാന്യത്തെ പറ്റിയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കുറെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ വില്വമംഗലത്തിന്റെ കഥ മെനങ്ങാന്ന പ്രഭു നന്നായിട്ട് പറഞ്ഞിരുന്നു. ശ്ലോകം 59. തതോ ദുസ്സംഘം ഉത്സൃജ്യ സത്സു സഞ്ഛേദാ ബുദ്ധിമാൻ സന്താ ഏവാസ്യ ചിന്തന്തി മനാവ്യാസംഗം ഉക്തിഭീഹി. അതുകൊണ്ട് ദുഷിച്ച സഹവാസം വിവർത്തനം. അതുകൊണ്ട് ദുഷിച്ച സഹവാസം ഉപേക്ഷിച്ച് ഭക്തന്മാരോട് മാത്രം സംസർഗം പുലർത്തുക. അത്തരം സാധുക്കൾക്ക് അവരുടെ സാക്ഷാത്കൃത നിർദ്ദേശങ്ങളാൽ ഒരുവന് ഭക്തിയുത സേവനത്തിൽ ഹിതകരമല്ലാത്ത പ്രവർത്തനങ്ങളുമായി ബന്ധിപ്പിക്കുന്ന കെട്ടുകൾ ഛേദിക്കാൻ കഴിയും. അതായത് നമുക്കറിയാം ദുസ്സംഗം, അതായത് അതിനൊക്കെ ഒരുപാട് ഉദാഹരണങ്ങൾ പറയുന്നുണ്ട്. കനകം രത്നമായാലും ചെളിക്കുണ്ടിൽ പതിച്ചു പോയാൽ അതിന്റെ ഭംഗിയും മൂല്യം എല്ലാം നഷ്ടപ്പെടും. അതുപോലെ തന്നെയാണ് നമ്മൾ ഒരിക്കലും ദുസ്സംഗം ചെയ്യാൻ പാടില്ല. അത് അറിയാമല്ലോ എല്ലാവർക്കും. ഭക്തന്മാരോട് മാത്രം സംസർഗം പുലർത്തുക. അത്തരം സാധുക്കൾക്ക് അവരുടെ സാക്ഷാത്കൃത നിർദ്ദേശങ്ങളാൽ ഒരുവന് ഭക്തിയുത സേവനത്തിന് ഹിതകരമല്ലാത്ത പ്രവർത്തനങ്ങളുമായി ബന്ധിപ്പിക്കുന്ന കെട്ടുകൾ ഛേദിക്കാൻ കഴിയുമെന്ന്.
അതായത് ഒരു ഭക്തൻ എപ്പോഴും അപകടത്തിൽപ്പെടുന്നുവോ അതേ ആ ഭക്തനെ രക്ഷിക്കാനുള്ള മനസ്സുള്ളവർ തന്നെയാണ് മറ്റെല്ലാ ഭക്തന്മാരും. അതിനൊരു കഥ ഇനി നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ അത് കിട്ടും. ചൈതന്യചരിതാമൃതത്തിൽ പറയുന്നുണ്ട്. മഹാപ്രഭുവിന്റെ കൂടെ പോകുന്ന അദ്ദേഹത്തിന്റെ പേര് ഞാൻ ഓർത്തെടുക്കുന്നില്ല. അപ്പൊ മഹാപ്രഭുവിന്റെ ദാസനായി ഈ തീർത്ഥാടനത്തിന് ഇങ്ങോട്ട് ഇവിടെ വരുമ്പോ ദക്ഷിണേന്ത്യയിലേക്ക് വരുമ്പോ കൂടെ വന്ന ആളാണ് അദ്ദേഹം. ഒരു സ്മാർത്ത ബ്രാഹ്മണന്റെ സ്മാർത്ത ബ്രാഹ്മണൻ അതൊക്കെ കുറെ ഉണ്ടത് പേര്. അവരുടെ കൂടെ പോയിട്ട് മഹാപ്രഭു അദ്ദേഹത്തെ രക്ഷിച്ച് തിരിച്ചു കൊണ്ടുവന്നിട്ട് അദ്ദേഹത്തെ ഉപേക്ഷിച്ച് കളയുമെന്നാണ്. ഉപേക്ഷിച്ച് കളയുമ്പോൾ അദ്ദേഹത്തെ ഭക്തന്മാരതിനെ അദ്ദേഹത്തെ രക്ഷിച്ചു കൊണ്ടുവരുന്നുണ്ടെന്ന് പറയും. മഹാപ്രഭു അദ്ദേഹത്തെ ഉപേക്ഷിച്ചത് സ്വന്തം മനസ്സാലെ അല്ല, ഇങ്ങനെ ഒരു തെറ്റ് വരുമ്പോൾ അതിനെ മനസ്സിലാക്കാനും അങ്ങനെയുള്ളവരോട് പെരുമാറാനുമായിട്ട് അങ്ങനെയുള്ളവർക്ക് മനസ്സിലാക്കാനുള്ള ഒരു ശിക്ഷയായിട്ട് കൊടുത്തതാണത്. അതൊക്കെ ഇനി നമ്മൾ ഇങ്ങോട്ട് വരുമ്പോ അത് കാണിക്കും. അപ്പൊ അങ്ങനെ വരുന്ന കെട്ടുകൾ ഛേദിക്കാൻ കഴിയും. ഇനി ഭാവാർത്ഥം വായിക്കാം. ശ്രീമദ് ഭാഗവതം 11:26-26 പ്രത്യക്ഷപ്പെടുന്ന ഈ ശ്ലോകം ഉദ്ധവഗീത എന്നറിയപ്പെടുന്ന ഗ്രന്ഥഭാഗത്ത് കൃഷ്ണൻ ഉദ്ധവന് നൽകുന്ന ഉപദേശമാണ്. പുരൂരവസിന്റെയും ഉർവശിയുടെയും കഥയുമായി ബന്ധപ്പെട്ടതാണ് ഈ സംഭവം. ഉർവശി പുരൂരവസിനെ ഉപേക്ഷിച്ച് പോയപ്പോൾ അവളുടെ വേർപാട് മൂലം അഗാധമായി ബാധിക്കപ്പെട്ട അദ്ദേഹത്തിന് തന്റെ ദുഃഖത്തെ അതിജീവിക്കാൻ പഠിക്കേണ്ടി വന്നു. ഈ പുരൂരവസിന്റെയും ഉർവശിയുടെയും കഥ നമുക്കറിയാം ഭാഗവത്തിൽ. അതായത് ഒരു എഗ്രിമെന്റിലാണ്. അതായത് ഒരിക്കലും 2-3 കാര്യങ്ങൾ പറയും. ഒരിക്കലും അങ്ങനെ ഇത് അവസാനം ഇന്ദ്രൻ ഇത് കണ്ടിട്ട് ദേഷ്യം വന്നിട്ട് ഈ ഉർവശിയെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ചെയ്യുന്ന ഒരു കഥയുണ്ട് ഭാഗവത്തിൽ. എല്ലാവർക്കും അറിയാമോ? കേൾക്കുന്നുണ്ടോ ആരെങ്കിലും? ഹരേ കൃഷ്ണ. കേൾക്കുന്നുണ്ട് മാജി, കേൾക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ അദ്ദേഹം എന്നിട്ട് ഈ പുരൂരവസ് ദുഃഖിതനായിട്ട് അവര് ഒത്തുകൂടിയിട്ട് വളരെ വർഷക്കാലം ഭൗതികമായ സുഖഭോഗങ്ങളിൽ മുഴുകി അവര് ഇങ്ങനെ രതികളിൽ ഏർപ്പെട്ടൊക്കെ ജീവിക്കുന്ന നല്ല വിശദീകരണങ്ങൾ ആ ഭാഗവതത്തിൽ പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം ഇങ്ങനെ ഒരു ഇന്ദ്രൻ തന്നെ ചെയ്യുന്ന ആട്ടിനെ പിടിക്കാനായിട്ട് വരുമ്പോ ഇദ്ദേഹം പേടിച്ച് വേഗം ധൃതി വെച്ച് ഓടുമ്പോ വസ്ത്രം ധരിക്കാൻ പറയാം. അതോടെ ഉർവശി പോകും. അങ്ങനെ ആ ഉർവശിയില് ദുഃഖിതനായിട്ട് പോകുന്നു. പിന്നീട് ഉർവശിയെ കാണുന്നതെല്ലാം അറിയാമല്ലോ. ഉർവശി പിന്നീട് കാണുമ്പോ ഉർവശി തന്നെ സ്ത്രീകളുടെ സ്വഭാവത്തെ പറ്റി ഇദ്ദേഹത്തിന് ഒരു വിവരണം കൊടുക്കുന്ന ഭാഗമുണ്ട് ഭാഗവത്തില്. നമുക്കതൊന്നും കൊണ്ട് വിഷമിക്കൊന്നും വേണ്ട. നമ്മുടെ കുറ്റമൊന്നുമല്ല. ഭഗവാന്റെ സൃഷ്ടിയില് ബ്രഹ്മാവിന്റെ സൃഷ്ടിയിൽ, അതായത് ഭഗവാന്റെ ഇച്ഛയാൽ ബ്രഹ്മാവിന്റെ സൃഷ്ടിയിൽ വന്നാണ്. അതുകൊണ്ട് നമുക്ക് അതൊരു കുറവായിട്ട് സ്ത്രീകൾ എടുക്കേ വേണ്ട. ഹരി ബോൾ. ഹരേ കൃഷ്ണ. അതീന്ദ്രിയ ശാസ്ത്രം പഠിക്കുന്നതിന് ഒരുവൻ അഭികാമ്യമല്ലാത്ത സഹവാസം ഒഴിവാക്കുകയും അതീന്ദ്രിയ ശാസ്ത്രത്തിന്റെ പാഠങ്ങൾ പകർന്നു നൽകാൻ കഴിവുള്ള സാധുക്കളുടെയും മുനിമാരുടെയും സഹവാസം തേടുകയും ചെയ്യേണ്ടത് അനിവാര്യമാണെന്ന് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നു. അത്തരം സാക്ഷാത്കൃതാത്മാക്കളുടെ ശക്തി നിറഞ്ഞ വാക്കുകൾ നമ്മുടെ ഹൃദയത്തിൽ പ്രവേശിക്കുകയും വർഷങ്ങൾ നീണ്ട ദുസ്സംഗത്താൽ അഴിഞ്ഞുകൂടിയ എല്ലാ മിഥ്യാധാരണകളെയും കഴുകിക്കളയുകയും ചെയ്യുന്നു. ഒരു നവഭക്തന് 2 വിധത്തിലുള്ള വ്യക്തികളുടെ സഹവാസം അഭികാമ്യമാണ്. നിരന്തരം ഇന്ദ്രിയ സുഖത്താൽ മുഴുകുന്ന അഭികാമിയല്ല, അനഭികാമ്യമാണ്. എന്തോ നോക്കട്ടെ മാതാജി. അഭികാമിയല്ല മാതാജി, അനഭികാമ്യമാണ്. അനഭികാമി അല്ലേ? ഇവിടെയും കറണ്ട് ഇല്ല, ഇരുട്ടത്തിരുന്ന് വായിക്കുകയാണ്. കാഴ്ച സാക്ഷാത്കൃത ശക്തി നിറഞ്ഞ വാക്കുകൾ നമ്മുടെ ഹൃദയത്തിൽ പ്രവേശിക്കുകയും വിദ്യാധാരണകളെയും കഴിയുകയും ചെയ്യുന്നു. ഒരു നവഭക്തന് 2 വിധത്തിലുള്ള വ്യക്തികളുടെ സഹവാസം അനഭികാമ്യമാണ്. നിരന്തരം ഇന്ദ്രിയ സുഖത്തിൽ മുഴുകുന്ന സ്ഥൂല ഭൗതികവാദികളുടെയും ഭഗവത് സേവനത്തിൽ ഏർപ്പെടാതെ ഒരാൾ തങ്ങളുടെ ഊഹാഭോഗങ്ങളുടെ അടിസ്ഥാനത്തിൽ അനഭികാമ്യം അതാണ് അടിസ്ഥാനത്തിൽ സ്വന്തം ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും സേവിക്കുന്ന അവിശ്വാസികളുടെയും അതീന്ദ്രിയ സാക്ഷാത്കാരം തേടുന്ന ബുദ്ധിമാന്മാരായ വ്യക്തികൾ കൃതകൃത്യതയോടെ ഇത്തരക്കാരുടെ സഹവാസം ഉപേക്ഷിക്കണം. അത് പറഞ്ഞത് വളരെ അത്യാവശ്യം. അഭികാമി എന്ന് പറയുമ്പം അതിന്റെ അർത്ഥം തന്നെ മാറിയില്ലേ? അപ്പൊ നമുക്ക് അതെ 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 നിരന്തരം ഇന്ത്യ, അതായത് കണ്ടു സഹവാസം ഉപേക്ഷിക്കണം. അപ്പൊ അത് വിവരിക്കണ്ടല്ലോ മാതാജി. നമുക്ക് എപ്പോഴും നമ്മൾ ഭഗവത് സേവനത്തിൽ മുഴുകുമ്പോൾ നമ്മൾക്ക് ഇടുന്ന നമ്മളെ അതിൽ നിന്ന് വ്യതിചലിക്കത്തക്ക രീതിയിൽ നമ്മുടെ സ്വഭാവങ്ങൾ മാറിപ്പോകുന്നതും നമ്മൾ വീണു പോകുന്നതുമായ
കാര്യങ്ങൾ ഒഴിവാക്കാനുള്ള ഒരു സന്ദേശങ്ങളാണ് അതിലൊക്കെ പറയുന്നത്. അടുത്ത ശ്ലോകം 60 വായിക്കട്ടോ മാതാജി. ഒരു മിനിറ്റ് മാജി. വീഡിയോ 5:45 മാജി. വീഡിയോ ഇതാ, 5:45 മാതാജി. ഇന്നത്തേക്ക് ഇത്രയും മതി. മതി മാജി. നമ്മളിപ്പോ 5 ശ്ലോകം വായിച്ചില്ലേ? നമ്മളിനി 61 മാജി അടുത്ത ശ്ലോകം? 60 മാതാജി. 60 മതി മാജി. അപ്പൊ മതി. നമ്മൾ 6 ശ്ലോകം 5 ശ്ലോകത്തോളം വായിച്ചു. കുറച്ചുകൂടെ കാര്യങ്ങളെല്ലാം നമുക്ക് മനസ്സിലാവൂല വായിച്ചോളുക. കുറച്ചുകൂടെ വിവരിക്കാമായിരുന്നു. ഒന്നുമില്ലാതെ വായിച്ചല്ലേ. ഹരേ കൃഷ്ണ. നന്നായിരുന്നു മാജി, നന്നായിരുന്നു. ഈ പെട്ടെന്ന് വന്നിട്ട് മാജി ഇത്രയും പറഞ്ഞില്ലേ? താങ്ക് യു മാജി, വളരെ സന്തോഷം. താങ്ക് യു മാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. നമ്മളിന്ന് മുടക്കേണ്ടി വരും എന്ന് വിചാരിച്ചതാണ്. പക്ഷെ മാതാജിമാരുടെ ടൈംലി ഹെൽപ്പ് കൊണ്ട് നമുക്ക് നന്നായിട്ട് കണ്ടിന്യൂ ചെയ്യാൻ പറ്റി. താങ്ക് യു വൃന്ദാവനേശ്വരി മാജിക്കും സംഗീത മാജിക്കും. താങ്ക് യു മാജി. വാഞ്ചാകൽപതരി ഹരേ കൃഷ്ണ. ഹരിബോൽ. ഇങ്ങനെ ഒരു അവസരം ഹരേ കിട്ടിയതിൽ കൃഷ്ണ മാതാജി, നല്ല ഇടിമുഴക്കം പോലത്തെ വായന, ഹരേ മതീന വായന. ഇങ്ങനെ ഒരു അവസരം കിട്ടിയതിപ്പോ വളരെ സന്തോഷം മാതാജി. ഭഗവാന്റെ അതെന്റെ കാര്യം മുഖം കണ്ടാ കൊള്ളാന്നുണ്ട് മാതാജി. എന്തോ മാതാജി? മുഖം കണ്ടാ കൊള്ളാന്നുണ്ട്. മാതാജി ഇത് നമ്മുടെ ദ്വാരക മാജിയുടെ അമ്മയാണേ. ഹരേ ഹരിബോൽ. എനിക്ക് മാതാജി ഇതിന്റെ ഫങ്ഷൻസ് ഒന്നും എനിക്ക് അറിയില്ല. ഞാനിങ്ങനെ വായിച്ചു അത്ര തന്നെ. അതല്ല ഇനി ഇവിടെ കറണ്ട് ഇപ്പോ കറണ്ട് വന്നത്. ഹരിബോൽ. സന്തോഷം മാതാജി. വൃന്ദാവനേശ്വരി മാജി, താങ്ക് യു സോ മച്ച്. കഥാമത പ്രഭു എന്തെങ്കിലും ഹരേ കൃഷ്ണ പറയാനുണ്ടോ? മാതാജി. കഥാമത പ്രഭു. ഹരേ കൃഷ്ണ. ഹരിബോൽ. ഹരേ കൃഷ്ണ മാതാജി, നന്നായിട്ടുണ്ട് കേട്ടോ മാതാജി. ലൈറ്റും കൂടി ഇല്ലാണ്ട് ഇത്രയധികം പറഞ്ഞില്ലേ. ഹരേ കൃഷ്ണ. എനിക്കൊരു പ്രശംസയൊക്കെ വളരെ ഇഷ്ടമാണ് മാതാജി. ഹരിബോൽ. ഹരേ കൃഷ്ണ. ക്ലോസ് ചെയ്യട്ടെ ആളില്ലാത്ത മാജി. സമയത്ത് മാതാജി ക്ലാസ് എടുക്കാം മാതാജി. ഹരേ കൃഷ്ണ. എന്തോ മാജി? സമയത്ത് മാതാജി എടുക്കണം ക്ലാസ്. മാതാജി രാവിലത്തെ ഭാഗവതം എടുക്കുന്നുണ്ട് മാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. സംഗീത താങ്ക് യു മാതാജി. മാജി. സംഗീത മാതാജി ആരും അറിഞ്ഞില്ല. കൃഷ്ണ. കാണാം. ഹരേ കൃഷ്ണ. സംഗീത മാതാജി ഞങ്ങളുടെ കൂടെ ഭക്തിശാസ്ത്രം ചെയ്യുന്നുണ്ട് വൃന്ദാവനേശ്വരി മാജി. അത് ശരി. നമുക്ക് വസുദേവ കുടുംബകം ഇങ്ങനെ ഒത്തുകൂടുമ്പോഴുള്ള സന്തോഷം എത്രയാ മാതാജി. മാതാജി. ഇവരുടെ സൗണ്ട് കേൾക്കുമ്പോ തന്നെ നമ്മുടെ ഹൃദയം തുടിക്കും അല്ലേ. ഹരേ ഹരേ കൃഷ്ണ. ക്ലോസ് ചെയ്യട്ടോ മാജി. ശരി മാതാജി. ഹരേ കൃഷ്ണ. ശരി, ഹരേ ഹരേ കൃഷ്ണ മാജി. ഹരേ കൃഷ്ണ. താങ്ക് യു. ഹരേ കൃഷ്ണ.